السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وهذا صراط ربك مستقيما قد فصلنا الآيات لقوم يذكرون. لهم دار السلام عند ربهم وهو وليهم بما كانوا يعملون. ويوم يحشرهم جميعا يا معشر الجن قد استكثرتم من الإنس وقال أولياؤهم من الإنس ربنا استمتع بعضنا ببعض وبلغنا أجلنا الذي أجلت لنا قال النار مثواكم خالدين فيها إلا ما شاء الله إن ربك حكيم عليم. صدق الله العلي المولانا. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ഒത്തൊരുമിച്ച് കൂടൽ അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ആഖിറത്തിൽ പരിഗണിക്കുന്ന അമലിന്റെ കൂട്ടത്തിൽ നാളെ സുബഹി വന്ന് നിസ്കരിച്ച് എന്തോ 20-10 മിനിറ്റ് കേട്ട് ഈ സത്കരണവും അല്ലാഹു പരിഗണന നൽകിയ അമലിൽ അല്ലാഹു ഉൾപ്പെടുത്തും. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് അൻആമിൽ 2-ാമത്തെ ജാഗയിൽ ഒരു വിവരണം കൂടിയിട്ടാണ്. ആദ്യം ചൊന്ന അല്ലാഹു ഇന്ന ഹാദിഹി സിറാത്തി മുസ്തഖീമൻ ഫത്തബിഊഹു വലാ തത്തബിഉ സുബുല ഫതഫറഖ ബികും അൻ സബീലി ذلكم وصاكم به لعلكم تتقون. ഇത് നന്റെ തെരുവുണ്ട്. അല്ലാഹു ഇത് ഈ നൂഹ് നബി അലൈഹിസ്സലാമെ പിടിച്ചെങ്കിൽ മുഹമ്മദ് നബി തോൾ വന്ന എല്ലാ അമ്പിയാക്കന്മാരുടെ തെരുവ് അത് നന്റെ തെരുവ്. ഇന്ന ഹാദാ സിറാത്തി നന്റെ സിറാത്ത് മുസ്തഖീമായ സിറാത്ത് ഫത്തബിഉ സുബുല ഫതഫറഖ ബികും. ഈ തെരുവ് എന്താക്കണം? ഇത്തിബാ ചെയ്യണം, അനുസരിക്കണം. ഈ തെരുവ് കൂടി നിങ്ങൾ ജീവിക്കണം. വലാ തത്തബിഉ സുബുല ഫതഫറഖ ബികും അൻ സബീലി. ഈ തെരുവ് ഇല്ലാണ്ടാക്കുക ലോകത്തിൽ നാനാ തെരുവുകൾ ഉണ്ടാവും. യഹൂദിയത്ത്, നസ്രാനിയത്ത്, ഇസ്ലാമിനെ ഗ്രൂപ്പുകൾ കൂടി ഒരു വ്യത്യസ്ത വിഭാഗ ലോകത്തിലുണ്ടാവും. ولا تتبعوا السبل فتفرق بكم عن سبيلي. ഈ തെരുവ് ഇല്ലാണ്ടാക്കുക വേണ്ടി നാനാതരത്തെ തെരുവുകൾ ഇസ്ലാമിന്റെ പേരുണ്ടാവും. അതിൻ്റെ ഉണ്ടായിക്കൊണ്ടേ ഉണ്ട്. ഇപ്പം അതിൽ ഓരോന്ന് വെടിവാക്കൽ എനിക്കത് പിടിയുണ്ട്. അത്തരത്തോളം പുസ്തകം ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല 126-ാമത്തെ ആയത്തിൽ വഹാദ ഇത് സിറാത്തു റബ്ബിക, ഓ മനുഷ്യ നിന്റെ റബ്ബുടെ സിറാത്ത് മുസ്തഖീമായ. ഈ മുസ്തഖീമായ സിറാത്തിന് വേണ്ടി ഞങ്ങൾ എല്ലാ നാളും ഫർളായ നിലയിൽ പോണേൽപ്പെട്ട അല്ലാഹുവിനെ ചൊല്ലാം. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. ഇത് ഒരു കോരിക്ക, റിക്വസ്റ്റ് അല്ലാഹുവിനോട്. ഈ തെരു നിന്റെ അമ്പിയാക്കന്മാർ, നിന്റെ സൽക്കർമ്മ പ്രവർത്തിച്ച സ്വാലിഹീങ്ങൾ, സിദ്ദീഖീങ്ങൾ, ഔലിയ ശിരോമണികൾ നടന്ന് അങ്ങനെ അഖീദ അങ്ങനെ അമലുള്ള ഈ തെരുവ് ഞങ്ങൾ തെരുവിനെ അങ്ങ് അനുസരിച്ച് ജീവിച്ച് അള്ളാഹിനെ ഇഷ്ടപ്പെട്ട് ദാസന്മാരായ തെരുവ്.
വഹാദാ സിറാത്തു റബ്ബിക, നിന്റെ റബ്ബുറത്തിലുള്ള റബ്ബിക ചൊല്ലുമ്പോൾ ആദ്യത്തെ ആൾ മുഖാത്തബ് മുഹമ്മദ് റസൂലുള്ളാഹ്. ഇപ്പൊ നാണു നീ എല്ലാവരും റബ്ബിക, നിന്ന ഒടയണ, നിന്റെ ഉടമസ്ഥരോ സിറാത്ത്. ഇത് ഏത് ഈ ഖുർആൻ ഫുൾ വഹാദാ സിറാത്തു റബ്ബിക, നിന്റെ റബ്ബുര സിറാത്ത്. ഏതൊക്കെ സിറാത്ത് മുസ്തഖീമായിട്ട് എന്ത് എവിടെ അമൽ ചെയ്യുന്നതും ഏത് ശാസ്ത്രത്തോട് സയന്റിഫിക്കലായ നിലയിൽ ഒരാൾ നിന്നെ എതിർക്ക് വന്നെങ്കിലും എന്തിനും നിനക്ക് മാത്രം അതിലെ അടിയും ഔവലും എല്ലാം നിനക്ക് പിടിക്കും. തല അതിനെ പിടിച്ച് അത് എന്ത് തോന്നുമുള്ള വിവരം നീ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇത് മുസ്തഖീമായിട്ട് അത് ഫസ്സലായ പ്രതി ഓരോരോ ആയത്തും ഞങ്ങൾ അതിനെ തർജുമ ചെയ്യാൻ അതിനെ തഫ്സീൽ ഞങ്ങൾക്ക് തഫ്സീൽ മാത്രമല്ല, തഫ്സീൽ എഴുത്തിലും തഫ്സീൽ എഴുത്തോടു കൂടി മുഹമ്മദ് ബായിൽ വന്ന ഒരു വ്യാഖ്യാനങ്ങൾ. അത് തഫ്സീൽ ഒന്ന് തഫ്സീൽ, ഒന്ന് സീനും യാവും റാവും തഫ്സീൽ, അത് തഫ്സീലാക്കുക. രണ്ട് തഫ്സീൽ അത് സ്വാദ് യാഇലാമു തഫ്സീൽ ഫസ്സല. അത് ഫസ്സൽനൽ ആയാത്തി, ഈ ആയാത്തിനെല്ലാം ഞങ്ങൾ തഫ്സീൽ ആർക്കപ്പോഴില്ല. വെറുതെ തപ്പായിട്ടുള്ളതാണ്, ആരും തപ്പണില്ല. അത്തരത്തോളം വ്യാഖ്യാന ഗ്രന്ഥം ഇപ്പോൾ ഖുർആനിലെ ശരഹത്തുണ്ട്. ഒരാൾ ടിക്കറ്റ് പോകാം. ഇത്തരം ചില ഖുർആൻ നോക്കി മനസ്സിലാക്കി മയ്യാവുള്ള ഭാവ ഇത് ഒരു തർജ്ജമയിലോ എന്ത് ഇത്ര ഉദ്ദാക്കിയോ. ഇത് അള്ളാഹു വഹിയുണ്ട്, വഹി പോലെ നീങ്ങിയായിട്ട് നബി അവരോട് ചൊല്ലും ഇന്നത്തബിഉ ഇല്ലാ മാ യൂഹാ ഇലയ്യ, നക്ക് എന്ത് വഹി വന്നതാ അതേ ഞാൻ സ്വീകരിക്കുക. എങ്കിൽ നബിയുടെ ഉമ്മത്തെ നാളും നിങ്ങൾ സ്വീകരിക്കുക. അത്ര മാത്ര അധിക പ്രസംഗം കൊണ്ടുവന്ന അപ്പറിപ്പറല്ല. 4 റക്അത്ത് പിന്നെ അപ്പറിപ്പറ 2 റക്അത്ത് അത് ഇത് എന്തിനോ അധിക പ്രസംഗം. തറാവി അധിക പ്രസംഗം, റംസാൻ 30 നാൾ അധിക പ്രസംഗം എന്നും ഒരു വിഭാഗം ഉണ്ട്. അധികത്തെ അല്ലാഹു സുബ്ഹാനഹു ഫസ്സൽനൽ ആയാത്തി ആർക്ക് ലിഖൗമി യദക്കറൂൻ, അതിൽ ഓർക്കണം. 4 ഇതിൽ വിജയമുണ്ട്. ഇത് അള്ളാഹുടെ കലാമം ചൊല്ലിട്ട് പിടിയുള്ളാണ്ട് ഇതിലെന്തിനുണ്ട് ഓർക്കൽ, അതിലെ ഇന്തിബാഹ് എലർട്ട് ചെയ്യേണ്ട ഒരു വിധാനം ഇതിൽ ഉണ്ട്. ഇതാണ് തഫ്സീലാക്കുക, തഫ്സീൽ മനസ്സിലാക്കുക. അത് നബിയുടെ ഓർഡർ പ്രകാരം ചെയ്യും. ആദ്യത്തെ മുഫസ്സിർ തർജുമാൽ ഖുർആൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. നബിയുടെ കുഞ്ഞപ്പനെ മോൺ തുടക്ക പേര് തർജുമാൽ ഖുർആൻ, ഖുർആനെ തർജുമ ചെയ്യുന്ന ആദ്യത്തെ തഫ്സീൽ അള്ളാഹു ആക്കി. അതുകൊണ്ട് തഫ്സീൽ വേറെ തഫ്സീൽ വേറെ. തഫ്സീൽ അള്ളാഹു എല്ലാം ഒരു തഫ്സീലാക്കിയാണ്. ആ തഫ്സീൽ ഖുർആൻ നമുക്ക് എല്ലാം മൊത്തം കാണാം. പിന്നെ അള്ളാഹു ലഹും ദാറുസ്സലാം, ഇതിനെ സ്വീകരിക്കുന്നവർക്ക് ശാന്തി ഭവനമായ സ്വർഗം. ലഹും ദാറുസ്സലാം ഇന്ദ റബ്ബിഹിം എന്ന റബ്ബുമുണ്ട്. ദാറുസ്സലാം വഹുവ വലിയുഹും, ഞങ്ങളെല്ലാവരും വലിയ അവനും വലിയ സംരക്ഷകൻ. പാരിഭാഷികമായിട്ട് വലിയ ചമ്മാനുണ്ടെങ്കിലും യഥാർത്ഥ വലിയ ഞങ്ങളെല്ലാവരെ കാക്കണോ അള്ളാഹു. ആ അർത്ഥത്തിൽ വലി ഞങ്ങൾ സാധാരണ ഔലിയാക്കന്മാരെ ചൊല്ലുമ്പോൾ ഇയാൾ ഞങ്ങളുടെ റായത്തിൽ വലിയ ചൊല്ലാം. ഏതർത്ഥത്തിൽ ഇയാൾ റായത്തിൽ ബന്ധൽ പിന്നെ ഞങ്ങൾ യുവാക്കന്മാരെ, ഞങ്ങൾ വയസ്ക മനുഷ്യന്മാരെ, ഞങ്ങൾ എല്ലാവരെയും നല്ലാക്കിയ മനുഷ്യ അയാൾ. ഈ രാജ്യത്തിന് വേണ്ടി ചെമ്മ കച്ചകെട്ടി പോരാടിയ ധാർമ്മിക രംഗത്തും സാമാജിക രംഗത്തും നല്ല മനുഷ്യ വലിയ. ഈ അർത്ഥത്തിൽ അള്ള കൊടുത്ത കഴിവനുസരിച്ച് അയാൾ പ്രയത്നാക്കിയത് ആ അർത്ഥത്തിൽ ഒരു യഥാർത്ഥ ലോകത്തെ മനുഷ്യരെ വലിയ അള്ളാഹു. അത് സ്വന്തം വലിയ ആവൽ അള്ളാഹു. ഞങ്ങളെല്ലാവരും ഖാദിർ, ശക്തൻ, യഥാർത്ഥ ഖാദിറായ അള്ളാഹു. അബ്ദുൽ ഖാദിർ, ഖാദിറായ അള്ളാഹുരെ അടിമ.
ಆ ಕುದುರತಿನ ಚೆರಿಯೊಳ ಭಾಗ ತನ್ನಪ್ಪ ನಂಗೊರು ಕುದುರತ್ತುಂಡು ಆದರೆ ചിലപ്പോൾ പെരവ് വലിച്ചെടുക്കുക അപ്പൊ കുതിരത്ത് പോയത് ലൈഫായി അള്ളാന്റെ കുതിരത്ത് അപ്പുറപ്പുറാവില്ല അത്ര വ്യത്യാസമില്ല അള്ളാഹു യഥാർത്ഥത്തിൽ എന്തിന് ഖാദിർ പിന്നെ എല്ലാം ഉള്ളത് അള്ളാഹ് കൊടുത്ത കഴിവനുസരിച്ചുള്ള നാളെ കണ്ണെ കാഴ്ചയുണ്ട് അള്ളാഹ് ഫജഅൽനാ സമീഅൻ ബസീറ നാൻ ഇന്നല്ലാഹു സമീഉൻ ബസീർ நான் தாசന്മാരെ മനുഷ്യരെ എല്ലാവും സമീഉം ബസീർ ആക്കിയ കാണും കേൾവിയും അവരെല്ലാം നാണും കേൾക്കുന്നവനോ കാണ്ടവനോ അപ്പൊ നമ്മ അല്ല ഒരുപോലെ അല്ല അള്ളാന്റെ ആദ്യ പുരാണ ആദ്യ പണ്ടേ ഉള്ള കേൾവി നഷ്ടപ്പെടാത്ത കേൾവി ഒരേപോലെ കേൾക്കുന്ന കേൾവി അതിൽ ഈ ലോകത്തെ എന്ത് ഗയാറ എന്ത് അടിമയിലായെങ്കിലും പ്രതി ഓരോ ശബ്ദവും ಅವನ ಗಣೆಯಲ್ಲಿ ಬಂದು ಎಲ್ದಪಟ್ಟು ನನಗ ಮೆನ್ಕಾರಿ ಪಾನ್ ವರ್ಗವರೆಲ್ಲ ವರ್ಗವರರು ನಮ್ಗೆ ಕೇಳ್ಕರ ಇಲ್ಲ ಕಾದಿಲ್ಲ ಒಂದು ಕೆಪ್ಪಮ್ಮ ಅಲ್ಲ ವ್ಯತ್ಯಾಸ ಇಲ್ಲ ಬೌಲಂಗಾಡಿ ವರ್ಗವರಿ ಪಾನಂಬೂರು ವರ್ಗವರಿ ಮನುಷ್ಯ ವರ್ಗವರಿಲ್ಲ ಸಂಗೇ ಮಾಡಿ ನಲವತ್ತು ವರ್ಗವರಿ ಕೇಳ್ಕರ ಕಾದಿಲ್ಲ ನನ್ ಕೆಪ್ಪ ಅಂತ പേരുണ്ട ಇಲ್ಲ ಕಾದು ಕೇಳ್ಕರ ಇಲ್ಲ ಅಲ್ಲಾಹು ಅವನು ನನಗೆ ಇತರೆ ಅಲ್ಲಾಹು ಸುಬ್ಹಾನಹು അതേപോലെ ചിലങ്ങ സോത്തൻ സയ്യിദ് എന്ന് ചില ഹദീസിൽ പറഞ്ഞു ഞാൻ ഉദാഹരണം ചിലത് ചൊല്ലുമ്പോൾ സയ്യിദിന്റെ നേതാവ് കഴിഞ്ഞ വാര പ്രബോധന ജമാഅത്ത് ഇസ്ലാമിന്റെ മുഖവാണിയും പ്രസിദ്ധമായ 40-50 വർഷത്തോട് എഴുതപ്പെട്ടിരിക്കുന്നു അതിൽ മുഹമ്മദ് നബിയുടെ പേരിൽ സയ്യിദ് അസ്-സയ്യിദ് പാരിഭാഷിക നേതാവ് നേതാര എല്ലാ മേഖലയിലും മുക്കമ്മലായ നിലയിൽ ജീവിച്ച ഒരു നേതാവും അസ്-സയ്യിദ് ഒരു ഹദീസിൽ വന്നിട്ട് നിങ്ങൾ ആരും സയ്യിദ് ചൊല്ലുത്തീര ഇന്നല്ലാഹ സയ്യിദ് അപ്പോൾ ചില സയ്യിദ് ചൊല്ലുമുട്ട് ചില മുഹമ്മദ് നബിയും സയ്യിദുണ്ട് സയ്യിദ്ന മുഹമ്മദ് വിദേഹത്ത് അല്ല ഖുറാഫത്ത് ഹഖീഖത്താണ് അസ്-സയ്യിദ് അല്ലാഹ് അസ്-സയ്യിദ് എങ്ങനെ അല്ലാഹ് എല്ലാ നിലയിൽ ലോകത്തെ നോക്കുന്ന നേതാവ് അല്ലാഹ് അല്ലാഹ് കൊടുത്ത ചില സ്ഥാനമാനത്തെ ഒത്തു ജീവിക്കൽ അയാൾ നേതാവ് സൂറത്ത് ആൽ ഇംറാൻ മർസയിൽ യഹ്യ നബി അലൈഹിസ്സലാം അല്ലാഹു അസ്-സയ്യിദ് സയ്യിദൻ വഹസൂറൻ വനബിയ്യൻ മിനസ് സ്വാലിഹീൻ ആര് യഹ്യ നബി അല്ലാഹുവിന്റെ സയ്യിദ് ഹസൻ ഹുസൈൻ നബി ജന്ത് ബുഖാരി സയ്യിദ ശബാബു അഹ്ലുൽ ജന്ന സ്വർഗ്ഗത്തിലെ യുവ ശിരോമണി യുവാക്കൾക്ക് ഈ ജണ്ടാൽ സയ്യിദ് ആര് ഹസൻ ഹുസൈൻ അപ്പൊ ഞങ്ങൾക്കിന് അതിലുള്ള ഫസ്സൽ ആയാത്തി പ്രതി ഓരോന്നും തഫ്സീൽ കൂടി മനസ്സിലാക്കുമ്പോൾ അതെന്തല്ല ഇയാളല്ല എല്ലാ അർത്ഥത്തിലും മുഹമ്മദ് നബി സയ്യിദ് ചൊല്ലുമ്പോൾ സമല്ല അല്ല ചെന്ന് ചില അർത്ഥത്തിൽ സയ്യിദ് മുഹമ്മദ് നബി നേരെ നബിയല്ലാത്ത സയ്യിദ് ലോകത്തിൽ അള്ളാഹ് റസൂലല്ലാത്ത ആളുകൾ അപ്പൊ ഇത് അങ്ങനെ തർജ്ജമകളും അങ്ങനെ ചില ഇതിൽ മോശപ്പെട്ടത് അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് ചെന്ന ലഹും ദാറുസ്സലാം ഇൻദ റബ്ബിഹിം ലഹും ദാറുസ്സലാമി ഇൻദ റബ്ബിഹിം അങ്ക് സലാമിന് ഒരു വലിയ ഒരു ഭവനത്തെ അല്ലാഹു കൊടുക്കും ആർക്ക് ഇതിലെ നല്ല മുസ്തഖീമായ നല്ല തെരു നിസ്കരിച്ച് മാത്രമയ്യാവാം നിസ്കരിക്കണ്ടേ നിസ്കാരം മാത്രം ഇക്കണ്ടേ മാത്രം ഇക്കോണം മാത്രം ഇന്നും പോകണം രണ്ട് നിസ്കാരം വേണം ചിലപ്പോ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെന്ന പോലെ ഉമ്മ ശിശുക്കൾ ബാങ്ക് കൊടുത്ത ടൈമിലെത്തിക്കൂ എങ്കിൽ ആ നിസ്കാരത്തെ ചിലപ്പോൾ ജമാഅത്തിൽ പോവാണ്ട് ഉമ്മക്ക് തേനോ തന്നെയോ ബീത്തൽ ആ നിസ്കാരത്തെക്കാൾ വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്
ചില സന്ദർഭം അങ്ങനെ ആരുമില്ല അവിടെ. തന്നെ വീട്ടിലുമ്പോ ഓൺ നാളെ നിസ്കാരകാരം ചെന്ന് പള്ളിയിൽ പോയെങ്കിൽ എൻ്റെ ആ തണ്ണി കിട്ടാണ് മരി. ആ തണ്ണി കൊടുക്കാണ്ട് കൊന്നാൽ ഉമ്മ മോണുണ്ടാവും. ആ നിസ്കാരത്തെ അയാൾ അവിടെ പെങ്ങളോ അവിടെ ഉമ്മയോ വന്നപ്പ അവിടെ സമ്മതകാരം വന്നപ്പോൾ ഇപ്പുറത്ത് വന്ന് വേഗ 4 റക്അത്ത് വേഗ നിസ്കരിക്കട്ടെ. അതേ തഖദീമു തഅഖീർ മൂന്നും പിറവാക്കുന്ന കർമ്മങ്ങളിൽ ചില വ്യത്യാസത്തെ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല ഇതിൽ വലിയ സ്ഥാനമുണ്ട്. മുന്തിക്കേണ്ടതും പിന്തിക്കേണ്ടതുമായ ചില കാര്യത്തിൽ വ്യത്യസ്തം മനസ്സിലാക്കണം. സ്വന്തം സുബൈ നമാസിക്ക് പറഞ്ഞ അബൂ ലുഊൽ ചൊന്ന മനുഷ്യ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു കുറ്റിയപ്പ റളിയല്ലാഹു അൻഹു ഒരാൾ നിസ്കരിച്ചത് ഉമർ ഖത്താബ് മെല്ലെ കണ്ണുദ്ദാക്കി എഴുതി കൈഫ ഫഅൽതും ബിസ്സലാ, എങ്ങനെ നിസ്കരിച്ചത് ഞാൻ നിസ്കാര വാക്യാക്കുകയാണ്. അത് കടിപിടി ഗലിവിലേക്ക് നമ്മൾ കൈവിട്ടു. അള്ളാഹ് ഉമർ ഖത്താബ് മെല്ലെടുത്തോ നിസ്കാരം പൂർത്തിയാക്കും. അത് പ്രത്യേക ഓരോന്നും തർജീഹിനൊന്നുണ്ട്. ഓരോന്നും ഓരോന്നേക്കാൾ മുന്തിക്കാൻ. ജുമാ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര ആക്സിഡന്റ് സൗണ്ട് കേട്ടെങ്കിൽ എല്ലാ ജുമാത്തിൽ മർദ്ദനാവത്തില്ല. കുറേ ആൾ തിരിഞ്ഞു നോക്കി എന്ത് നോക്കിയത് ഓടാൻ രക്ഷിക്കും. രക്ഷവന്ത് ഇനി ലുഹറെ 4 റക്അത്ത് നിസ്കരിക്കണമെങ്കിലും അഞ്ച് 2 റക്അത്ത് ജുമയും ലുഹറിന്റെ കൂലിയും അള്ളാഹു നൽകുവാൻ നബി ചൊല്ലുമ്പോൾ നിങ്ങൾ ഈ രണ്ടും സാമാജിക ചട്ടുവട്ടികയും ധാർമ്മിക ചട്ടുവട്ടികയും ഒന്നുകൂടി മനസ്സിലാക്കുമ്പോൾ ഇന്ന് നമുക്ക് സ്വാധീനം മനസ്സിലാക്കും. ഞാൻ ചിലങ്ങൾ വെച്ചിട്ട് പല്ല് ഇട്ട ചൊല്ലും ഹത്തേബോ മിമ്പറിൽ പുത്തുബോധമ്പോ എന്തെല്ലാം അറബിയിലല്ലേ ഓതുന്നത്. ഇപ്പൊ അറബിയിൽ ഓത് തൊന്തനില്ല, പക്ഷെ മനസ്സിലാവുന്നുണ്ട്. ആരെ ഒരു കുരുട ഇങ്ങനെ അപ്പിത്തപ്പി വടികുത്തിക്കൊണ്ട് വന്ന് മതിലില്ലാത്ത ഹൗദ് കൂടുമ്പോ അയാൾ അവിടെ ഇഷാറത്താക്കൂ. ചിലപ്പോൾ നിന്റെ രായത്തെ ഭാഷയിൽ നീ അതിനെ ചൊല്ലണം. അവിടെ അറബിയൊന്നും കാര്യമില്ലല്ലേ. ഒരു മുതുക്ക അങ്ങനെ കുത്തിക്കൊണ്ട് പണ്ട് അയാൾ തന്റെ ഹൗദ് ഭൂന്ന് ചൊന്തു സത്യം ഇങ്ങനെ കാണുമ്പോ ഹൗബ് ഇങ്ങനെ തെച്ചുകൊണ്ടിരിക്കുമ്പോ മനസ്സിലാവല്ലേ. ഞാൻ ഇഷാറത്താക്കണം. ഒരാൾ പറ്റാ തനിക്ക് ഇത് കോൽ കുത്തിക്കൊണ്ട് പിടിക്കുമെന്ന് ചൊല്ലണം. ആ കാര്യത്തെ നിങ്ങളുടെ ഭാഷയിലായെങ്കിലും ചൊല്ലണം. അപ്പോൾ ആൾ കേട്ടത് ആഖിറത്തിൽ പോകേണ്ട കാര്യത്തെ എല്ലാം തർജ്ജമാക്കണ്ടേ. ഒരു കുരുടൻ ദുനിയാവിൽ ജീവിക്കാൻ വേണ്ടിയുള്ള കാര്യത്തെ ഇത്ര സൂക്ഷ്മ മനസ്സിലാക്കുമ്പോൾ ആഖിറത്തിൽ ഗന്ധര ചമ വിഷയ പൊതുവൽ ചൊല്ല അറബിയിൽ അതിനൊരു തർജ്ജമ ചെയ്യുന്നത് നല്ലത്. മനസ്സിലാക്കാൻ അല്ലേ? ശരിയൊരു വിഷയം ഹൗദും മുമ്പിലോ ഒരു മുതുക്ക അല്ല ഒരു വയസ്സരാൾ ഒരു വേങ്ങരാൾ കൂലുമ്പോൾ അന്ത് എന്താക്കണം താക്കീതാക്കണം. ഓ മുസ്ലിമുകളെ നിങ്ങളുടെ പെരയിൽ ഒരാൾ ഹൗദ് പോകുന്നുണ്ടു അവൻ தெரிஞ்சோ പിടിക്കില്ല ഹൗദ് എങ്കിൽ ബാക്കിയുള്ള എല്ലാ അറബിയും ആഖിറത്തെ കാര്യമാകുമ്പോ ഈ ഹൗദിനേക്കാളും വലിയ നരകത്തെയും സ്വർഗത്തെ ചൊല്ലുമ്പോൾ അതിനെ സൂക്ഷ്മമായി നിലക്ക് ആ ഹൗദിനെ കാര്യം ചൊല്ലുന്നുണ്ട്. പേടിക്കല് നരക സ്വർഗ ചൊല്ലുമ്പോൾ സന്തോഷം ഉണ്ടാവല്. ഇങ്ങനെ അവരുടെ തർജ്ജമ ലോകത്തിൽ ഉണ്ടാകും. നീ എന്ത് ചെയ്യുകയും നിങ്ങളുടെ സംരക്ഷകനായ നിങ്ങളുടെ അപ്പല്ല ഉമ്മല്ല നിങ്ങളുടെ രായത്തെ നേതാരല്ല രാജകീയ വ്യക്തിത്വമുള്ള മനുഷ്യല്ല ഒരു ധാർമ്മിക പണ്ഡിതനല്ല. പിന്നെ ആര് വഹുവ വലിയ പ്രത്യേകൊന്നും പ്രത്യേകൊന്നും നിങ്ങൾ രേഖപ്പെടുത്തിയ ഒന്നും കൂടെ അത് മനസ്സിൽ കേൾക്കും. ഞാൻ സൂറത്തുൽ കഹ്ഫ് ഞാൻ കേൾക്കും. സൂറത്തുൽ കഹ്ഫ് എപ്പോൾ മുതലായത് لا يغادر صغيرة ولا كبيرة إلا أحصاها ووجدوا ما عملوا حاضرا.
വലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ. ചെറിയ ദോഷ, വലിയ സന്തോഷം ഇല്ലെങ്കിലും ചെറിയ ദോഷ പക്ഷെ അവിടെ അള്ളാഹ് കാട്ടു. ഒരു ടൈമിൽ ഇതും ആക്കിയൊന്നെ ചെറിയ ദോഷ, സഗീറത്ത് കബീറത്ത് രണ്ടും അള്ളാഹോട് കൊണ്ടുവരും. ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ. പിന്നെ എന്തിന് വവജദു ഹാദിറൻ, അത് നിങ്ങളുടെ വീഡിയോ പോലെ ദർശിപ്പിക്കപ്പെടും. നിങ്ങളുടെ പള്ളി, നിങ്ങളുടെ റൂമു, നിങ്ങളുടെ അങ്ങാടി, നിങ്ങളെ പണ്ട് ഗ്രാക്കി നിങ്ങൾ തൂക്കി കൊടുക്കുന്നു. അതാണ് ഹാജര് പഠിച്ചതാകുന്നു. അവനെ ഹാജരാക്കുകയാണ്. ഇപ്പൊ നിങ്ങൾക്ക് വീഡിയോ പൊട്ടണം ബില്ലിങ് ചോദിക്കാം. നീ പോയെന്നാൽ ഇത് റോഡില്ല, ഇത് നിന്റെ സൈഡ് ലെഫ്റ്റിൽ, ഇത് ഇന്നാൽ അങ്ങാടിയുണ്ട്, ഇഞ്ഞ പോയില്ലോ, ഇത് CC. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല വഹുവ വലിയുഹും ബിമാ കാനൂ യഅമലൂൻ. പിന്നെ അല്ലാഹു ചൊല്ലുന്നു യൗമ യഹ്ശുറുഹും ജമീഅ യാ മഅശറൽ ജിൻ. എല്ലാവരും അല്ലാഹു ഒരുമിച്ച് കൂടും. ചിലർക്കൊരു അതിപത്തന ഒരു വ്യവസ്ഥ, ഞാൻ വലിയ ആൾ, ഞാൻ പ്രത്യേക ജാഗയിൽ കൂട്ടിട്ടുണ്ടാണ്. പിന്നെ ഫഖദ് ജിഇതുമൂന ഫുറാദ, പെട്ടെന്ന് ഉമ്മയുടെ ബൈക്കിൽ നിങ്ങൾ പുറത്തു വരുമ്പോൾ ഏത് സ്ഥിതിയാണ്, അതേ സ്ഥിതിയിൽ നിങ്ങൾ അരക്കൊരു നൂലില്ലാണ്ട് ഞങ്ങൾ ഒഴുകി കൂട്ടുക. ഡ്രസ് എല്ലാ മനുഷ്യരും അഫാക്ക് ബോധം വരുമ്പോ ഇബ്രാഹിം നബിക്ക് ഡ്രസ് ഇട്ടത് ചമയിക്കുക കണ്ടതാണ്. ഇങ്ങനെ ഇഷാർത്താകുമ്പോൾ ഇബ്രാഹിം നബിക്ക് ഡ്രസ് അലങ്കരമായ ഡ്രസ് ഇട്ട് നഗ്നത മറന്ന ഒരാൾ വ്യക്തിത്വ തുടക്കത്തിൽ ഇബ്രാഹിം നബി. സന്തോഷകരമായ രണ്ടാമത്തെ നബി മൂസ നബി. ഇബ്നു ഹിഷാം ചൊല്ലുന്നു ഈ ചൊല്ല മുഹമ്മദ് നബിയും ഡ്രസ് ഇബ്രാഹിം നബിയെക്കാളും ആദ്യം അണിയിക്കപ്പെട്ട ആൾക്ക് മാത്രമേ അത് ചൊല്ലാൻ സാധ്യം. അല്ലേ മുഹമ്മദ് നബി ചൊല്ലണ്ടേ? നാവ് ഇങ്ങനെ ചങ്കിച്ച് എന്നെ അയാൾ ഡ്രസ് ഇട്ടുണ്ടല്ല. അത് അള്ളാഹുവിന് പ്രത്യേകമായ ഗൗരവ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു റസൂൽ വിനയ ഭാഷയിലെ മുണ്ടു. നന്നേക്കാൾ നല്ലതല്ലേ മൂസ, അല്ലെ ബുഖാരി. നന്നേക്കാൾ നല്ലതല്ലേ യൂനുസ് ഇബ്നു മത്ത, നന്നേക്കാൾ നല്ലതല്ലേ ഹാറൂൻ നബി. ഇത് വിനയ, തങ്ക വിനയമല്ലേ, അത് വിനയ. മുഹമ്മദ് നബിയുടെ വിനയ. ഞാൻ എൻ്റെ കണ്ണ് ഇഷാരത്താകുമ്പോ ഓർക്കുമ്പോ നോക്കുമ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഡ്രസ്സിട്ട് ഒന്നാമത്തെ. അപ്പോൾ കേട്ടു യാ റസൂലല്ലാഹ്, ഒന്നാമത് ഖബർ വന്ന മനുഷ്യർ മൂസ നബി. മുഹമ്മദ് ഞാൻ ചെന്ന ആ ഫഖറില്ല, ലാ ഫഖറ വലാ കദിബ. അഭിമാന സൂചികമായ ഒരു പൽക്ക പോലും എല്ലാ അഭിമാനവും നബിക്ക് കൊടുക്കപ്പെടണം. ഇബ്നു ഹിഷാം ചൊല്ലുന്നു ലോകത്തെ സർവ്വ അഭിമാനവും 23 വർഷത്തെ 1,24,000 മുശ്രിക്കുകളെ സാലിഹായ മുസ്ലിമായി സ്വർഗ എല്ലാവരും നിവാസിയായി കൂട്ടിക്കൊണ്ടുപോയ ഒരു മഹാവ്യക്തിത്വ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കുതിരത്തെ വിഷയം. അതുകൊണ്ട് ആര് കണ്ണ് കൊടുക്കുമ്പോ ആദ്യ ഇഷാരത്തായ ആര് കേട്ടപ്പോ അത് മൂസ നബി. അപ്പൊ ഇബ്നു ഹിഷാം ചൊല്ലുന്നു മൂസ നബി കണ്ണ് പൊളിച്ചു നബി നോക്കുമ്പോൾ നബി ആദ്യ കണ്ണ് പൊളിക്കുന്നത്. മൂസ നബിക്ക് ഇഷാർത്തായിട്ട് അള്ളാഹു എല്ലാവരും ഒരു പുകയിൽ കൂടി മറക്കുക. രണ്ടാമത്തെ ഊത്ത് വരുമ്പോൾ ഇഷാർത്താവും. അപ്പൊ അത് ജീവിതമോന ഫുറാദ സിംഗിളായിട്ട് നഗ്നായിട്ട് വരണം. ഉമ്മനെ ബൈത്ത് ഇവിടെ ആർക്കും വലിയ അധികാരമൊന്നുമില്ല. സിംഗിളായിട്ട് ഞാൻ അയ്യപ്പനെ പോകണം, ഞാൻ അയാളെ പോകണം, അയാളെ മുരിയിൽ ഇയാളെ ഷെയ്ഖ് എന്തില്ല. സിംഗിൾ എല്ലാവരും സൂറത്ത് മറിയമ്മലുണ്ടു എന്ത് നടക്കല അള്ളാഹുണ്ട് നിഷാദി കുറെ ഉദ്ധാവും. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല സലാം ഇല്ല റബ്ബിഹിം വഹുവ വലിയുഹും ബിമാ കാനൂ.
ഇനി യാ മാഷറൽ ജിന്നി എന്നിട്ട് അള്ളാഹു വിളിച്ച് വലിയ സംഭവം ഇൻഷാ അല്ലാഹ് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകാലത്ത് കേൾക്കുന്നു, അതനുസരിച്ച് അമൽ ചെയ്യുന്നു. അള്ളാഹു എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അതുപോലെ നമ്മൾ സ്നേഹിക്കണം. ചെറിയൊരു അസൗഖ്യ കാരണത്താൽ എത്തണം വാങ്ങിച്ചത് അബ്ദുറഹ്മാൻ മുസ്ലിം ബുധനാശ്രയം ജാവോ ചൊവ്വാശ്രയം ജാവോ വളരെ നല്ലൊരു വ്യക്തിത്വം. സയ്യിദ് മദനി അറബി കോളേജിൽ എന്നെക്കാളും സാബിഖായ ഒരു മനുഷ്യൻ. എന്നെക്കാളും 2 വർഷം മുതലുള്ള ഞങ്ങളോട് വലിയ സ്നേഹമില്ല. ഭാര്യ സ്നേഹം എൻ്റെ വീട്ടിൽ ഇതേ അബ്ദുൽ ഖാദർ അബ്ബർക്ക് ഇയാൾ അബ്ബ അബ്ദുൽ ഖാദർ ചൊന്നില്ല. അപ്പം പണ്ട് തൗത്ത് കുത്തുന്നു. അപ്പം അബ്ദുല്ലാക്ക ഇങ്ങനെ അപ്പോൾ അവിടെ പെട്ടികളിൽ എന്തെങ്കിലും വിറ്റുവിന് പാണമോട് ആദ്യ ഒരു മീൻ വിൽക്കൽ റോഡ് സൈഡിലുള്ള വിൽക്കൽ നിങ്ങൾക്ക് ഒരു സഞ്ചാരക അപ്പോൾ ഒരു തങ്ങ ഈ ഹാജാരെ പള്ളിയിൽ സയ്യിദ് അലി തങ്ങൾ ചില പണമോട് ആളുകളെ തങ്ങോട്ട് ഉള്ളാത്തൊരു തങ്ങൻ, അയാൾ ദൈവബന്ധി പാസ്സായ ആൾ സയ്യിദ് അലിൻ്റെ പേര്. അയാൾ ഞങ്ങൾ കസിനായിട്ട് ഞങ്ങളെ കുഞ്ഞബ എന്ന പോയിട്ട് അത് അയാളെ കാണുമ്പോൾ അദ്യയിലോട്ട് വെച്ച് അദ്യമൊരാൾക്ക് പിന്നെ ഞങ്ങൾ സക്രിയ മൈലാരെ ബോബലോട്ട് അയാളെ കാണാൻ വേണ്ടി പോകാം. ഇപ്പോൾ റോഡിലെല്ലാം ജില്ലകളിൽ നീറ്റിട്ട് വേറെ ആരോ മൈലാറൊട്ടി അവരുടെ കാലം വരുന്നത് ആ യഹിയാൻ്റെ സ്വന്തം വലിയ മോൾ പേരിന് കാലം ഞങ്ങളെ സ്നേഹില്ല. പിന്നെ അവിടെ ചന്മയാൽ വിശ്വാസമാക്കിയത്. അപ്പോൾ ഞങ്ങൾ ഒരു ജമാഅത്ത്